ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റി തിയറിയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട് നമ്മൾ യൂട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സും അതുപോലെ തന്നെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോ ഓഫ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റിയാണ്. അപ്പോൾ അതിൽ നമുക്ക് യൂട്ടിലിറ്റി തിയറീസിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ആയിരുന്നു ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, രണ്ടാമത്തെ തിയറിയാണ് ലോ ഓഫ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റി. എന്താണ് ലോ ഓഫ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റി നോക്കാം. The law of equimarginal utility was presented in 19th century by an Australian economist H.H. Gosson. It is also known as law of maximum satisfaction or law of substitution or Gosson's second law. Law of equimarginal utility 19th centuryയിൽ ഫസ്റ്റ് പ്രസൻറ്റ് ചെയ്തത് H.H. Gosson ആണ്. നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയും ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗോസൻ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ആൽഫ്രഡ് മാർഷൽ മോഡിഫൈ ചെയ്തത്. അതേപോലെ തന്നെ ഗോസന്റെ തന്നെ കോൺട്രിബ്യൂഷനാണ് ലോ ഓഫ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റിയും. ഈ ഒരു തിയറി വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, ലോ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. അതുപോലെ തന്നെ ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഗോസൻ സെക്കൻഡ് ലോ. അപ്പോൾ ലോ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതും ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതും ഗോസൻ സെക്കൻഡ് ലോ എന്ന് പറയുന്നതും എല്ലാം ഇത് തന്നെയാണ് ലോ ഓഫ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ഗോസൻസിൻ്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ഗോസൻ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റി. എ കൺസ്യൂമർ ഹാസ് നമ്പർ ഓഫ് വാണ്ട്സ്. ഹി ട്രൈസ് ടു സ്പെൻഡ് ലിമിറ്റഡ് ഇൻകം ഓൺ ഡിഫറെൻറ്റ് തിങ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഓൾ തിങ്സ് ഈസ് ഈക്വൽ. നമ്മൾ ഇക്കണോമിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ഹ്യൂമൻ ബീയിങ്സിൻ്റെ വാണ്ട്സ് അൺലിമിറ്റഡും റിസോഴ്സസ് സ്കേഴ്സും ആണ് എന്നുള്ള ഒരു അസംഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ തിയറീസ് എല്ലാം നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ എ കൺസ്യൂമർ ഹാസ് നമ്പർ ഓഫ് വാണ്ട്സ്, ഹി ട്രൈസ് ടു സ്പെൻഡ് ലിമിറ്റഡ് ഇൻകം ഓൺ ഡിഫറെൻറ്റ് തിങ്സ്. അപ്പോൾ കൺസ്യൂമറുടെ ഇൻകം എപ്പോഴും ലിമിറ്റഡ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ ലിമിറ്റഡ് ഇൻകം ഫോർ ദ പർച്ചേസ് ഓഫ് ഡിഫറെൻറ്റ് കമോഡിറ്റീസ്, എങ്ങനെയാണ് പല കമോഡിറ്റീസും പർച്ചേസ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് കൺസ്യൂമർ അവരുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം സ്പെൻഡ് ചെയ്യുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഓൾ തിങ് ഈസ് ഈക്വൽ. ഏത് കമോഡിറ്റി പർച്ചേസ് ചെയ്താലും അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി ഈക്വൽ ആണ് എന്ന് നമ്മൾ പറയുന്നു. വെൻ ഹി ബൈസ് സെവറൽ തിങ്സ് വിത്ത് ഗിവൺ മണി ഇൻകം, ഹി ഈക്വലൈസസ് മാർജിനൽ യൂട്ടിലിറ്റീസ് ഓഫ് ഓൾ സച്ച് തിങ്സ്. എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചാലും ഗിവൺ മണി വെച്ചുകൊണ്ട് എന്തൊക്കെ മേടിച്ചാലും അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു തിയറി. ദ ലോ ഓഫ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റി ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ കണ്ടു, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഈ ഒരു തിയറി ഗോസൻ ഡെവലപ്പ് ചെയ്തത്. The consumer can get maximum utility by allocating income among commodities in such a way that last dollar spent on each item provides the same marginal utility. അപ്പോൾ എന്തൊക്കെ കമോഡിറ്റീസ് ആണോ ഈ ലിമിറ്റഡ് ഇൻകം കൊണ്ട് ഒരു കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്നത്, ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന യൂട്ടിലിറ്റി സെയിം ആയിരിക്കും എന്നുള്ളതാണ് ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി. ഇക്വി എന്ന് പറഞ്ഞാൽ ഈക്വൽ, മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, ഇനി ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുകയാണ്. എ പേഴ്സൺ ക്യാൻ ഗെറ്റ് മാക്സിമം യൂട്ടിലിറ്റി വിത്ത് ഹിസ് ഗിവൺ ഇൻകം വെൻ ഇറ്റ് ഈസ് സ്പെൻഡ് ഓൺ ഡിഫറെൻറ്റ് കമോഡിറ്റീസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി സ്പെൻഡ് ഓൺ ഈച്ച് ഐറ്റം ഈസ് ഈക്വൽ. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഒരു ഡെഫിനിഷൻ ഫോമിൽ കൊടുത്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ്, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുകയാണ്. കൺസ്യൂമർ ക്യാൻ ഗെറ്റ് മാക്സിമം യൂട്ടിലിറ്റി ഫ്രം ദ എക്സ്പെൻഡിച്ചർ ഓഫ് ഹിസ് ലിമിറ്റഡ് ഇൻകം. അപ്പോൾ എല്ലായിടത്തും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, കൺസ്യൂമറുടെ ലിമിറ്റഡ് ഇൻകം വെച്ചുകൊണ്ട് എക്സ്പെൻഡിച്ചർ നടത്തി അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്ത് കൺസ്യൂമർക്ക് കിട്ടുന്ന മാക്സിമം യൂട്ടിലിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഡിഫറെൻറ്റ് കമോഡിറ്റീസ് പർച്ചേസ് ചെയ്യുമ്പോൾ കൺസ്യൂമർക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി സെയിം ആയിരിക്കും. He should purchase such amount of each commodity that the last unit of money spent on each item provides the same marginal utility. Same marginal utility ആയിരിക്കും രണ്ട് കമോഡിറ്റിയും. ഏത് കമോഡിറ്റിയൊക്കെയാണോ പർച്ചേസ് ചെയ്യുന്നത് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇനി നമുക്ക് അസംഷൻസ് നോക്കാം.
അസംഷൻസ് കോമൺ അസംഷൻസ് ഉണ്ട്. നമുക്ക് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റിയിൽ കണ്ട അസംഷൻസ് നമുക്ക് ഇവിടെയും കാണാം. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഈസ് ഫിക്സഡ്, ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റന്റ്, കൺസ്യൂമർ ഹാസ് പെർഫെക്റ്റ് നോളജ് ഓഫ് യൂട്ടിലിറ്റി ഒബ്റ്റെയിൻഡ് ഫ്രം ഗുഡ്സ്, കൺസ്യൂമർ ഈസ് നോർമൽ പേഴ്സൺ. നോർമൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ റാഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് ഹി ട്രൈസ് ടു സീക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, the utility is measurable in cardinal terms, consumer has many wants, the goods have substitutes. അപ്പോൾ ലോ ഓഫ് ഇക്വിറ്റി മാർജിൻ യൂട്ടിലിറ്റിയുടെ അസംഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ. ഒന്ന്, പ്രൈസിൽ ചേഞ്ച് വരാൻ പാടില്ല, കൺസ്യൂമറുടെ ഇൻകം ഫിക്സ്ഡ് ആയിരിക്കും, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കോൺസ്റ്റന്റ് ആയിരിക്കും, കൺസ്യൂമർക്ക് ഗുഡ്സിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റിയെക്കുറിച്ച് പെർഫെക്റ്റ് നോളജ് ഉണ്ടാവും, കൺസ്യൂമർ ഒരു നോർമൽ പേഴ്സൺ ആയിരിക്കും, ഹി ട്രൈസ് ടു സീക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, the utility is measurable in cardinal number, utility has many wants, the goods have substitutes. അപ്പോൾ അത്രയാണ് ലോ ഓഫ് ഇക്വിറ്റി മാർജിൻ യൂട്ടിലിറ്റിയുടെ അസംഷൻസ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ലോ ഓഫ് ഇക്വിറ്റി മാർജിൻ യൂട്ടിലിറ്റി രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാം. ഒന്ന് ട്രഡീഷണൽ ആയിട്ട് എങ്ങനെയായിരുന്നു ലോ ഓഫ് ഇക്വിറ്റി മാർജിൻ യൂട്ടിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്, എങ്ങനെയാണ് മോഡേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് ട്രഡീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. According to traditional statement, consumer will spend his money income in such a way that last rupee spent on each product will give him equal satisfaction. According to traditional statement, consumer will spend his money income in such a way that എന്തിനു വേണ്ടിയിട്ടാണ് ഇൻകം സ്പെൻഡ് ചെയ്യുന്നത്? ലാസ്റ്റ് റുപ്പീ സ്പെൻഡ് ഓൺ ഈച്ച് പ്രോഡക്റ്റ്, ഓരോ പ്രോഡക്റ്റും വേണ്ടി മണി സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അതാണ് ട്രഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലോ. അപ്പോൾ അതിൽ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. MU1 ഈക്വൽ MU2 ഈക്വൽ എക്സെട്ര MUN. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് 1 ഫസ്റ്റ് യൂണിറ്റ് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റിയും സെക്കൻഡ് യൂണിറ്റ് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റിയും അതുപോലെ എത്ര യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്ത് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റിയും, അതാണ് MUN എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മുടെ ട്രഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലോ. നെക്സ്റ്റ് വൺ മോഡേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. മോഡേൺ ഇക്കോണമിസ്റ്റ് ഈ ഒരു തിയറി ലോ ഓഫ് ഇക്വിറ്റി മാർജിൻ യൂട്ടിലിറ്റിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ലോ ഓഫ് പ്രപ്പോർഷണാലിറ്റി. ലോ ഓഫ് പ്രപ്പോർഷണാലിറ്റി. According to them, a person gets maximum satisfaction when the weighted marginal utilities are equal. In other words, when marginal utility of one commodity divided by its price and the marginal utility of other commodity divided by its price are equal. അപ്പോൾ ഇതിൽ മോഡേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ലോ ഓഫ് ഇക്വിറ്റി മാർജിനൽ യൂട്ടിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ടേമാണ് വെയ്റ്റഡ് മാർജിനൽ യൂട്ടിലിറ്റി. എങ്ങനെയാണ് വെയ്റ്റഡ് മാർജിനൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ പ്രൈസ്. അപ്പോൾ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മാർജിനൽ യൂട്ടിലിറ്റീനെ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ അതിൻ്റെ പ്രൈസ്, എ എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ മാർജിനൽ യൂട്ടിലിറ്റി അതിൻ്റെ പ്രൈസ് ഈക്വൽ ബി എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ മാർജിനൽ യൂട്ടിലിറ്റി ബൈ അതിൻ്റെ പ്രൈസ് ഈക്വൽ MUC ബൈ PC. എത്ര കമ്മോഡിറ്റി ഉണ്ടോ അത്രയും കമ്മോഡിറ്റീസിൻ്റെ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ പ്രൈസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് മോഡേൺ സ്റ്റേറ്റ്മെൻറ്റ്. ട്രഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി മാത്രമേ പറഞ്ഞുള്ളൂ, അവിടെ ഏത് പറഞ്ഞില്ല, പ്രൈസുമായിട്ട് വെയ്റ്റഡ് മാർജിനൽ യൂട്ടിലിറ്റി അല്ല നമ്മൾ ട്രഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടത്. മോഡേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഇതിനോടൊപ്പം ഒരു ഡിവൈഡഡ് ബൈ പ്രൈസും കൂടെ നമ്മൾ കൊടുത്തു. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? നമുക്കിവിടെ മാർജിനൽ യൂട്ടിലിറ്റി XY രണ്ട് കമ്മോഡിറ്റീസിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റിയും അതുപോലെ മണി എക്സ്പെൻഡിച്ചറും ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. മാർജിനൽ യൂട്ടിലിറ്റി രണ്ട് കമ്മോഡിറ്റീസിൻ്റെയും അതുപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ. ആദ്യം പറഞ്ഞിരിക്കുകയാണ് ടോട്ടൽ മണി എന്ന് പറയുന്നത് ₹24 ആണ്. ടോട്ടൽ മണി സ്പെൻഡ് ചെയ്യാനുള്ള മണി എന്ന് പറയുന്നത് ₹24. ഇനി ഫസ്റ്റ് യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ
marginal utility of x 20, marginal utility of y 24, second unit marginal utility of x 18, marginal utility of y 21, third unit consume ചെയ്യുമ്പോൾ marginal utility 16, y 18, fourth unit consume ചെയ്യുമ്പോൾ marginal utility of x 14, marginal utility of y 15, fifth unit marginal utility of x 12, marginal utility of y 9, sixth unit consume ചെയ്യുമ്പോൾ കിട്ടുന്ന marginal utility of x 10, marginal utility of y 3. ഇനി നമുക്ക് മോഡേൺ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് അതിന് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നാലാണ് നമുക്ക് വെയ്റ്റഡ് മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പ്രൈസ് ഓൾറെഡി തന്നിട്ടുണ്ട്. എക്സിൻ്റെ പ്രൈസ് 2ഉം വൈയുടെ പ്രൈസ് 3ഉം ആണ്. ഓക്കെ, അപ്പോൾ 20/2 മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് 20, പ്രൈസ് 2 ആണ്. 20/2 10 എഴുതി. 18 ഡിവൈഡഡ് ബൈ 2 9, 16 എന്ന് പറയുന്നതാണ് MUX. 16 ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് എക്സ്, എക്സിൻ്റെ പ്രൈസ് എത്രയാണ് 2, 16/2 8. നെക്സ്റ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് 14, അതിൻ്റെ പ്രൈസ് 2 ആണ്. 14/2 7. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് 12 ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് എക്സ് 2 6 എന്ന് കിട്ടി. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് 10, പ്രൈസ് ഓഫ് എക്സ് 2 ഈക്വൽ 5 എന്ന് കിട്ടി. അതേപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് y ബൈ PY, ഓരോ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈനെയും വൈയുടെ പ്രൈസ് ആയിട്ടുള്ള 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 24/3, 21 ബൈ പ്രൈസ് ഓഫ് 3, അതായത് വൈയുടെ പ്രൈസാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. 21/3, 18/3, 15/3, 9/3, 3/3. നമുക്കിങ്ങനെ വാല്യൂസ് കിട്ടി. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സും വൈയും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ആ ടേബിളിലേക്ക് MUXും MUYയും നമ്മൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്കിവിടെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ് ഈ ഒരു ഡിവിഷൻ ഇട്ട് ഈ വാല്യൂസ് കണ്ടുപിടിച്ച് അവിടെ എഴുതുക. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനാണ്. അപ്പോൾ അതിൽ MUX/PX എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ MUX/PX പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു ലൈൻ വരച്ചു. അതുപോലെ MUY/PY ആണ് ഇവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ലൈൻ. MUX/PX, MUY/PY. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ലൈൻ വരച്ചിട്ടുള്ളത്? MUX/PXും MUY/PYയും നമുക്കിവിടെ യൂണിറ്റ്സ് മാർക്ക് ചെയ്യാം. എക്സ് ആക്സിസിൽ യൂണിറ്റ്സ് മാർക്ക് ചെയ്യാം. Y ആക്സിസിൽ MUX/PX, MUY/PY രണ്ടിൻ്റെയും വാല്യൂസ് നമുക്ക് Y ആക്സിസിൽ മാർക്ക് ചെയ്യാം. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ Y ആക്സിസിൽ മാർക്ക് ചെയ്യാം. നമുക്ക് 10 വരെയാണ് നമ്മുടെ വാല്യൂസ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ വാല്യൂസ് വെച്ചിട്ടല്ല, ജനറൽ ആയിട്ട് വരച്ചിരിക്കുകയാണ്. വാല്യൂസ് വെച്ച് വരയ്ക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമുക്ക് യൂണിറ്റ്സ് എക്സ് ആക്സിസിലും Y ആക്സിസിലും മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണിയും മാർക്ക് ചെയ്യാം. അപ്പം അങ്ങനെ MUX/PX എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ കിട്ടും. അതുപോലെ തന്നെ MUY/PY എന്ന് പറയുന്ന ഒരു ലൈനും നമുക്ക് ഈ പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടും. ഇതിൽ ഈ ഒരു MUM എന്ന് പറഞ്ഞ ഈക്വൽ ആവുന്ന പോയിന്റ്, മാർജിനൽ യൂട്ടിലിറ്റി എക്സിൻ്റെയും വൈയുടെയും വെയ്റ്റഡ് മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽ ആവുന്ന പോയിന്റ്, അവിടെയാണ് നമുക്ക് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ MUX/PX, MUY/PY ഇത് രണ്ടും ഈക്വൽ ആവുന്നൊരു പോയിന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. MUX/PXൽ 6th യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി 5ഉം ഇവിടെ 4 യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി Y കമ്മോഡിറ്റിയുടെ 5ഉമാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവുന്ന പോയിന്റ് 5 എന്ന് പറയുന്ന മാർജിനൽ യൂട്ടിലിറ്റിയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഇവിടെ കാണിക്കണം. അതാണ് നമ്മളിവിടെ പറഞ്ഞ ഈ ഒരു ന്യൂമറിക്കൽ എക്സാമ്പിൾ വെച്ച് കാണിച്ച 5. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് MUXലേക്കും MUYയിലേക്കും ജോയിൻ ചെയ്ത് വരച്ചു. ഈ ജോയിൻ ചെയ്ത് വരച്ചതിൽ നിന്ന് ബിലോ ആണെങ്കിൽ നമുക്ക് ലോസ് ആണെന്ന് പറയാം. അതേപോലെ ഇതിൻ്റെ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ, മാർജിനൽ യൂട്ടിലിറ്റി എക്സീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗെയിൻ ആണെന്ന് പറയാം. മാർജിനൽ യൂട്ടിലിറ്റി കൂടുകയാണെങ്കിൽ, എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ഗെയിനും, മാർജിനൽ യൂട്ടിലിറ്റി കുറയുകയാണെങ്കിൽ ലോസും ആണ്. ഓക്കെ, അപ്പോൾ ഗെയിൻ കാണിക്കാനായിട്ട് നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി എക്സീഡ് ചെയ്ത് കാണിക്കണം. ലോസ് കാണിക്കാനായിട്ട് മാർജിനൽ യൂട്ടിലിറ്റി
ലോസ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ